ഹായ് ഓൾ, വെൽക്കം ടു സേറ. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ട്രാൻസിസ്റ്റർ ആണ്. ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്ന ടോപ്പിക്. അപ്പൊ എന്താണ് ഒരു ട്രാൻസിസ്റ്റർ, അതൊരു ബൈപോളാർ എന്ന് ഉദ്ദേശിച്ചാൽ എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രൈമറി ആയിട്ട് നോക്കാൻ പോകുന്നത്. അതിൽ തന്നെ അതിനുശേഷം നമ്മൾ പഠിക്കും എത്ര ടൈപ്പ് ട്രാൻസിസ്റ്റർ ഉണ്ട്, ഓരോ ട്രാൻസിസ്റ്ററിന്റെയും ഫിഗർ എങ്ങനെയാണ്, അതിന്റെ ഓരോ പ്രോപ്പർട്ടീസ്, അതായത് ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ട്രാൻസിസ്റ്റർ, ഓക്കെ, ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ അതിന് 3 റീജിയൻ ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ ഇത്രയും നേരം പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു പി എൻ ജംഗ്ഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പഠിച്ചു. ഓക്കെ, അതിന് മുന്നേ ബേസിക് ആയിട്ട് എന്താണ് പി, എന്താണ് എൻ എന്ന് പഠിച്ചു അല്ലെ. അപ്പൊ പി ഉണ്ട് നമ്മളെ കയ്യിൽ, ഒരു എന്നും ഉണ്ട്. അപ്പൊ പിയും എന്നും ജോയിൻ ചെയ്താൽ നമ്മൾ പഠിച്ചു പി എൻ ജംഗ്ഷൻ ഉണ്ടാകും, പി എൻ ജംഗ്ഷൻ ഡയോഡ് ഉണ്ടാകും, അതിന്റെ ഉള്ളിൽ കറണ്ട് ഫ്ലോ ഉണ്ടാകും നമ്മൾ ബയാസ് ചെയ്താൽ എന്നുള്ള കാര്യം പഠിച്ചു അല്ലെ. അപ്പൊ ഒരു ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാല് ഇത്രയേ ഉള്ളൂ. 2 ടൈപ്പ് ട്രാൻസിസ്റ്റർ ഉണ്ട്, എൻ പി എൻ ട്രാൻസിസ്റ്റർ ഉണ്ട്, പി എൻ പി ട്രാൻസിസ്റ്റർ ഉണ്ട്. ഒരു പി എൻ പി ട്രാൻസിസ്റ്റർ ആണ് നമ്മൾ നോക്കുന്നെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഞാനിവിടെ വരയ്ക്കാം. പി എൻ പി ടൈപ്പ് ട്രാൻസിസ്റ്റർ ആണെങ്കിൽ ഇങ്ങനെയായിരിക്കും ഏകദേശം ഉണ്ടാവുക. ഓക്കെ, അതിന് 3 പാർട്ടായിരിക്കും ഉണ്ടാവുക. ഈ സൈഡ് പി, സെൻട്രൽ സൈഡ് എൻ, ഇപ്പുറത്തെ സൈഡ് പി എന്ന് പറഞ്ഞാൽ ഒരു പി ടൈപ്പ് അല്ലെങ്കിൽ പി എൻ ജംഗ്ഷനിലേക്ക് ഒരു പിയും കൂടി നമ്മൾ അഡീഷണൽ വെച്ചാൽ അതാണ് എന്ത്, പി എൻ പി ട്രാൻസിസ്റ്റർ. ഇനി അപ്പൊ എൻ പി എൻ നമ്മൾ എങ്ങനെ വരയ്ക്കും? എൻ പി എൻ, എൻ പി എൻ എങ്ങനെ വരയ്ക്കും? ഒന്നുമില്ല, ഫസ്റ്റ് ഒരു ബ്ലോക്ക് ഡയഗ്രം വരയ്ക്കുക, 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, എൻ പി എൻ, അതായത് എൻ പി എൻ, ഈ 3 എന്താ പറയാ ഡോപ്പ് ചെയ്ത സെമി കണ്ടക്ടറും കൂടി നമ്മൾ ഒന്നിച്ച് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്നതാണ് എന്ത് പറയുന്നത്, ഒരു എൻ പി ജംഗ്ഷൻ ആയിട്ടുള്ള ഒരു ഇതിനെ എൻ സൈഡും കൂടി നമ്മൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്നതാണ് എന്ത്, എൻ പി എൻ ട്രാൻസിസ്റ്റർ. ഓക്കെ, അല്ലെങ്കിൽ പി എൻ ജംഗ്ഷനിൽ പി സൈഡിൽ ഒരു എൻ കൂടി അഡീഷണൽ കൊണ്ടുവരുവാണെങ്കിൽ ഓക്കെ, അതാണെന്ത് എൻ പി എൻ ട്രാൻസിസ്റ്റർ. അപ്പൊ 2 ടൈപ്പ് ട്രാൻസിസ്റ്റർ ആണുള്ളത്. ഏതൊക്കെയാണ്? എൻ പി എൻ ഉണ്ട്, പി എൻ പി ഉണ്ട്. ഓക്കെ, ഇപ്പൊ ബൈപോളാർ ജംഗ്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ നോക്കുക, ഇപ്പൊ ഉദാഹരണത്തിന് പി എൻ പി നോക്കുക, പി എൻ പി നോക്കുക. ഇവിടെ എന്തുണ്ട്? ഈ ഫിഗർ നോക്കുവാണെങ്കിൽ ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്, അതേപോലെ ഇവിടെ എന്തുണ്ട്, ഒരു ജംഗ്ഷൻ ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് പറയാം ഇതൊരു ജംഗ്ഷനാണ്, ഇതും എന്താണ്, ഒരു ജംഗ്ഷനാണ്. ഓക്കെ, 2 ജംഗ്ഷൻ ഉണ്ട്, 2 ജംഗ്ഷൻ. ഓക്കെ, ഈ ജംഗ്ഷന്റെ 2 സൈഡ് നോക്കുക. ഇപ്പൊ പി എൻ ജംഗ്ഷൻ നോക്കുകയാണെങ്കിൽ ഒരു സൈഡ് പി ആണ്, ഒരു സൈഡ് എൻ ആണ്. ഓക്കെ, ഇനി ഇപ്പുറത്തെ എൻ പി നോക്കുകയാണെങ്കിൽ ഒരു സൈഡ് എൻ ആണ്, മറ്റേ സൈഡ് പി ആണ്. അപ്പൊ എന്താണ്, രണ്ടിന്റെ പൊളാരിറ്റി വ്യത്യാസമുണ്ട്. അപ്പൊ പൊളാരിറ്റി വ്യത്യാസമുള്ള 2 ജംഗ്ഷന്റെ കോമ്പിനേഷൻ ആണ് എന്ത്, ട്രാൻസിസ്റ്റർ എന്നും കൂടി നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതാണ് എന്ത്, ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, പല ടൈപ്പ് ഇതിന്റെ കോൺഫിഗറേഷൻസ് എന്തൊക്കെയാണ് ട്രാൻസിസ്റ്ററിൽ, ഓക്കെ, അതിന്റെ ഓരോ പ്രോപ്പർട്ടീസ്, ഇത് ഓരോന്നുമായിട്ട് നമുക്ക് പഠിക്കാം. അപ്പൊ ആദ്യം തന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം ഒന്നുകൂടി നമുക്ക് പറയാം. എൻ പി എൻ ട്രാൻസിസ്റ്ററും ഉണ്ട്, പി എൻ പി ട്രാൻസിസ്റ്ററും ഉണ്ട്. അപ്പൊ ഇവിടെ ഫിഗർ വരച്ചതിൽ നിങ്ങൾ ഈ പാർട്ട് മാത്രം നോക്കിയാൽ മതി, ഈ ഒരു പാർട്ട് മാത്രം നോക്കിയാൽ മതി. താഴത്തെ പാർട്ട് ഒന്നും നിങ്ങൾ ഇപ്പൊ നോക്കണ്ട. താഴത്തെ പാർട്ട് നമ്മൾ ഓരോ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് പറയും, ഓരോന്നും കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ പറയും. അപ്പൊ ട്രാൻസിസ്റ്റർ ഈസ് എ, ഇവിടെ എഴുതിയിട്ടുണ്ട്, ട്രാൻസിസ്റ്റർ ഈസ് എ 3 ലെയർ സെമി കണ്ടക്ടർ ഡിവൈസ്. ഏതൊക്കെയാണ് ലെയർ? എൻ പി എൻ അല്ലെങ്കിൽ പി എൻ P consists of either 2N and 1P type layer of material or 2P and 1N type layer of material. The former is called NPN. ആദ്യം നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? NPN. പിന്നെ പറഞ്ഞതാണ് എന്ത്? PNP
ട്രാൻസിസ്റ്റർ. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഭാഗം മാത്രം നിങ്ങൾ നോക്കുക. ഓക്കെ, ഈ ഒരു ഭാഗം മാത്രം നിങ്ങൾ നോക്കുക. ഓക്കെ, ഇവിടെ ഞാൻ വരച്ചു വെച്ചിരിക്കുന്നത് ഈ ഒരു ഭാഗം മാത്രം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് എന്ത് ട്രാൻസിസ്റ്റർ ആണ് പറഞ്ഞേ? പി ഉണ്ട്, എൻ ഉണ്ട്, പി ഉണ്ട്. ഇതൊരു പി എൻ പി ടൈപ്പ് ട്രാൻസിസ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ ഒരു പി എൻ പി ടൈപ്പ് ട്രാൻസിസ്റ്ററിൽ ഈ സൈഡിന് നമ്മൾ പറയും ഇ എന്ന് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്, എന്നിന്റെ സൈഡിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട് ബി എന്ന് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്, സിയുടെ ഇപ്പുറത്തെ പിയുടെ സൈഡിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട് എന്ത്? സി എന്ന് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താണ് ഇ ബി സി എന്ന് നമ്മൾ നോക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പൊ എൻ്റെ കൂടെ എഴുതിക്കോ. ഇ എന്ന് പറഞ്ഞാൽ ഓക്കെ, ഇ എന്ന് പറഞ്ഞാൽ അത് ഇ എന്ന് പറഞ്ഞാൽ എന്താണ്? എമിറ്റർ ആണ്. എന്താണ്? എമിറ്റർ. ഓക്കെ, എമിറ്റർ എന്ന ടേം വെച്ചിട്ടാണ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യല്. ഇനി ബി എന്ന് പറഞ്ഞാൽ അത് ബേസ് ആണ്, ബേസ്. ഓക്കെ, ബേസ്. ഇനി സി എന്ന് പറഞ്ഞാൽ കളക്ടർ ആണ്. ഓക്കെ, കളക്ടർ ആണ് എന്ത്? സി. അപ്പൊ ഒന്നുകൂടി പറയാം, ഇ എന്ന് പറഞ്ഞാൽ എമിറ്റർ, ബി എന്ന് പറഞ്ഞാൽ ബേസ്, സി എന്ന് പറഞ്ഞാല് കളക്ടർ. ഓക്കെ, ഇനി ഈ സൈഡ് നോക്കുക. ഒരു എൻ പി എൻ ട്രാൻസിസ്റ്റർ വരുവാണെങ്കിൽ ഇതൊരു എൻ പി എൻ ട്രാൻസിസ്റ്റർ ആണ്. അപ്പൊ ഇതിന്റെ എൻ സൈഡിൽ എന്താണുള്ളത്? എമിറ്റർ ആണ്. പി സൈഡില് ബേസ് ആണ്, എൻ സൈഡില് കളക്ടർ ആണ്. അപ്പൊ എപ്പോഴും ആലോചിക്കുക, സെന്റർ പാർട്ട് എപ്പോഴും എന്തായിരിക്കും? ബേസ് ആയിരിക്കും. ഓക്കെ, സെന്റർ പാർട്ട് എപ്പോഴും ബേസ് ആയിരിക്കും. ഒരു സൈഡ് എമിറ്റർ ആയിരിക്കും, ഒരു സൈഡ് കളക്ടർ ആയിരിക്കും. അതാണ് ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഇനി ഇതിന് വേറെ എന്തൊക്കെ പറയാം? ഇവിടെയുള്ള ഒരു ജംഗ്ഷൻ കണ്ടോ നിങ്ങൾ? ഇവിടെ പി എൻ പി നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ എന്തുണ്ട്? പി എൻ പിയിൽ ഒരു ജംഗ്ഷൻ കാണുന്നില്ലേ? പിയും എന്നും ഇടയ്ക്ക് ഒരു ജംഗ്ഷൻ കാണുന്നില്ലേ? ഇവിടെ ഞാനിപ്പോ മാർക്ക് ചെയ്തിട്ടുള്ള ഒരു ജംഗ്ഷൻ. ഓക്കെ, ഈ ജംഗ്ഷൻ നോക്കുവാണെങ്കിൽ എമിറ്ററിനും ബേസിനും ഇടയിലുള്ള ജംഗ്ഷൻ അല്ലേ? അപ്പൊ ഇതുകൊണ്ട് ഈ ജംഗ്ഷന് നമ്മൾ പറയുന്ന പേരാണ്, ഈ ജംഗ്ഷൻ നമ്മൾ പറയുന്ന പേരാണ്, ഇവിടെ ഞാൻ എഴുതുന്നുണ്ട്, എമിറ്റർ ബേസ് ജംഗ്ഷൻ. ഓക്കെ, എമിറ്റർ ബേസ് ജംഗ്ഷൻ. അപ്പൊ എന്നിനും പിക്കും ഇടയിലുള്ള ജംഗ്ഷനെ പറയുന്ന പേരെന്തായിരിക്കും? ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിനും പിക്കും ഇടയിലുള്ള ഈ ജംഗ്ഷൻ പറയുന്ന പേരെന്തായിരിക്കും? ഈ ജംഗ്ഷൻ പറയുന്ന പേരെന്തായിരിക്കും? അത് എന്തിന്റെ ഇടയിലാണുള്ളത്? ബേസിനും കളക്ടറിനും ഇടയിലാണുള്ളത്. സോ അതിന് എന്ത് പേരിട്ട് നമ്മൾ പറയും? ഇതിന് പറയുന്ന പേരാണ് ബേസ് അല്ലെങ്കിൽ കളക്ടർ ബേസ് ജംഗ്ഷൻ. ഓക്കെ, കളക്ടർ ബേസ് ജംഗ്ഷൻ. അപ്പൊ ഇത്ര നേരം പഠിച്ചത് എന്തൊക്കെയാ? നമ്മള് എമിറ്റർ ബേസ് ജംഗ്ഷൻ പഠിച്ചു, കളക്ടർ ബേസ് ജംഗ്ഷൻ പഠിച്ചു, എന്താണ് എമിറ്റർ, കളക്ടർ, ബേസ് എന്നുള്ള കാര്യവും പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത്? എൻ പി എൻ ട്രാൻസിസ്റ്ററും പി എൻ പി ട്രാൻസിസ്റ്ററും. അപ്പൊ ഇനി നമുക്ക് ഓരോ ഫിഗേഴ്സ് ആയിട്ട് നോക്കാം. അതിനു മുന്നേ ട്രാൻസിസ്റ്റർ ഇപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? എൻ പി എന്നും പി എൻ പി ഉണ്ട് പറഞ്ഞു. ഇനി അതിനെ നമ്മൾ 3 ടൈപ്പ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, അപ്പൊ 3 ടൈപ്പ് ഏതൊക്കെയാണ്? കോമൺ ബേസ്, കോമൺ കളക്ടർ, കോമൺ എമിറ്റർ. ഈ 3 ടൈപ്പാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇതിൽ എപ്പോഴും ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, എക്സാമിന് എപ്പോഴും കൂടുതൽ ചോദിക്കല് കോമൺ എമിറ്റർ വെച്ചിട്ടായിരിക്കും കൂടുതൽ എപ്പോഴും ചോദ്യങ്ങൾ ഉണ്ടാവുക. ഓക്കെ, കോമൺ എമിറ്റർ ആണ് എപ്പോഴും ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത്. ഓക്കെ, കോമൺ ബേസ് ഉണ്ട്, കോമൺ എമിറ്റർ ഉണ്ട്, പിന്നെ എന്തുണ്ട്? കോമൺ കളക്ടർ ഉണ്ട്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് കോമൺ എമിറ്റർ ആണ്. അപ്പൊ ഈ 3 കോൺഫിഗറേഷൻസിലും ഏതെങ്കിലും നിങ്ങൾ ഒന്ന് വൃത്തിക്ക് പഠിച്ചു വെച്ചാൽ മതി. ബാക്കിയൊക്കെ നമ്മൾ സെയിം ആയിരിക്കും ചെയ്യുന്നത്. ആകെ ഒരു എടുക്കുന്ന പോയിന്റിൽ മാത്രമേ 3ലും വ്യത്യാസം വരുന്നുള്ളൂ. അതെങ്ങനെയാന്ന് നമ്മൾ പറയും. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്തായിരിക്കും? കോമൺ ബേസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുക. കോമൺ ബേസിന്റെ കോൺഫിഗറേഷൻ നിങ്ങൾ പഠിച്ചു വെക്കുക. ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്, ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു വെക്കുക. എല്ലാത്തിന്റെയും ഇൻപുട്ട് ഔട്ട്പുട്ട് ഒക്കെ ഏകദേശം സെയിം ആണ്. ഒരെണ്ണം നിങ്ങൾ പഠിച്ചു വെച്ചാൽ എന്തായി? ബാക്കി 3 സുഖമായിട്ട് ഓർത്ത് വെക്കാനായിട്ട് പറ്റും. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? കോമൺ ബേസ് കോൺഫിഗറേഷൻ പഠിക്കാം. കോമൺ ബേസ് കോൺഫിഗറേഷൻ എന്താണെന്ന് പഠിക്കാം. ഇപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ ഫിഗർ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പി എൻ പിയിലും നമുക്ക് ഇത് വരയ്ക്കാം, എൻ പി എന്നിലും വരയ്ക്കാം. ഓക്കെ, ഫസ്റ്റ് ഞാൻ പി എൻ പിയിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്തുണ്ട്? പി ഉണ്ട്, എൻ ഉണ്ട്, പി ഉണ്ട്. ഒരു പിയുടെ സൈഡിൽ എമിറ്റർ ഉണ്ട്, എന്നിന്റെ സൈഡിൽ ബേസ് ഉണ്ട്,
പിയുടെ സൈഡിൽ എന്തുണ്ട്? കളക്ടർ ഉണ്ട്. അപ്പോ ഒരു കോമൺ ബേസ് കോൺഫിഗറേഷൻ, ആ പേര് തന്നെ ഉണ്ട്. ആരാണ് ഇവിടെ കോമൺ? ബേസ് ആണ് കോമൺ. അപ്പൊ എന്ത് പറ്റും? അപ്പൊ അവിടെ ഓർക്കേണ്ട കാര്യം, ഇവിടെ നമുക്ക് എന്തുണ്ട്? ബേസ് ഉണ്ട്. ഈ ബേസ് എന്തായിരിക്കും? ഇങ്ങോട്ടേക്കും കണക്ട് ചെയ്യും, ഇങ്ങോട്ടേക്കും കണക്ട് ചെയ്യും. അപ്പോഴേ എന്ത് പറ്റുള്ളൂ? ബേസ് കോമൺ ആവുകയുള്ളൂ. ഓക്കെ, അപ്പോഴേ ബേസ് കോമൺ ആവുകയുള്ളൂ. അപ്പൊ അതിനുവേണ്ടി നമുക്ക് നോക്കാം ഇവിടെ എന്തൊക്കെയുണ്ട്. അപ്പോൾ ഈ ഒരു കോൺഫിഗറേഷനിൽ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. PNP ട്രാൻസിസ്റ്ററിൽ നമ്മൾ നേരത്തെ പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ്, ഇവിടെ നമുക്ക് പറയാം. PNP ട്രാൻസിസ്റ്ററിൽ ഓക്കെ, ഈ പി സൈഡ് എന്ന് പറയുന്നത് ഹെവിലി ഡോപ്ഡ് ആയിരിക്കും. ഓക്കെ, എന്താണ്? ഹെവിലി ഡോപ്ഡ് ആയിരിക്കും. ഓക്കെ, ഇപ്പുറത്തെ പി എന്ന് പറയുന്നത് മോഡറേറ്റ്ലി ഡോപ്ഡ് ആയിരിക്കും. ഇനി എൻ സൈഡോ? എൻ സൈഡ് എന്തായിരിക്കും? അപ്പോ ഒന്ന് വളരെ ഡോപ്പ് ചെയ്താണ്, ഒരു പി വല്ലാതെ ഡോപ്പ് ചെയ്താണ്, മറ്റേ പി എന്താ പറയാ മോഡറേറ്റ്ലി ഡോപ്ഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് കുറവാണ്. ആദ്യത്തെ പിന്റെ അത്ര ഡോപ്പ് ചെയ്തില്ല, പക്ഷെ എന്താണ് അതും ഡോപ്പ് ചെയ്തിട്ട് ഉണ്ട്. ഓക്കെ, അപ്പൊ എൻ എന്ന് പറയുന്നത് എന്താണ്? എൻ എന്ന് പറയുന്നത് ലൈറ്റ്ലി ഡോപ്ഡ്. ഓക്കെ, ഏറ്റവും കുറവ് ഡോപ്പ് ചെയ്തിരിക്കുന്ന ആരാണ്? എൻ ആണ്. ഇപ്പൊ ഡോപ്പിംഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ ആദ്യമേ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നുകൂടി പറയുകയാണ്, മറന്നുപോയവർക്ക് വേണ്ടിയിട്ട്. ഡോപ്പ് ചെയ്താൽ എന്താ പറ്റുക? ഒരു പ്യൂർ ആയിട്ടുള്ള സെമി കണ്ടക്ടറിലേക്ക് നമ്മൾ ഡോപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ എക്സ്റ്റേണലി കുറച്ച് ആറ്റംസിനെ അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് ഇടുകയാണ് ചെയ്യുന്നത്. അത് എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു മെറ്റീരിയലിനെ ഡോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കണ്ടക്ടിവിറ്റി വല്ലാതെ കൂടും. ഓക്കെ, റെസിസ്റ്റിവിറ്റി കുറയും. കണ്ടക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ്, കൂടുതൽ കറണ്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡോപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തൊക്കെ പറയാം? ഈ പി സൈഡിന്റെ കണ്ടക്ടിവിറ്റി വളരെ കൂടുതലാണ്, ഇപ്പുറത്തെ പിയിൽ കുറച്ച് കുറവാണ്. എൻ സൈഡിൽ കണ്ടക്ടിവിറ്റി വളരെ 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 കുറവാണ്. എന്ത്? എൻ സൈഡത്തെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് നോക്കണം. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഇതിനെ കോമൺ ബേസ് കോൺഫിഗറേഷനിലേക്ക് കൊണ്ടുവരാനായിട്ട് ആദ്യം ചെയ്യുന്നത് എന്താ വെച്ചാല്, ബേസിന് നമ്മൾ എന്ത് ചെയ്യണം? കോമൺ ആയിട്ട് കണക്ട് ചെയ്യണം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ നിന്ന് എമിറ്ററിന് ബേസിലേക്ക് കണക്ഷൻ കൊടുത്തു, കളക്ടറിനും ബേസിലേക്ക് എന്ത് ചെയ്തു? ഒരു കണക്ഷൻ കൊടുത്തു. ഓക്കെ, കളക്ടറിനും ബേസിലേക്ക് കണക്ട് ചെയ്തു. ഇപ്പൊ ബേസ് എന്തായി? ബേസ് കോമൺ ആയി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇത് വർക്ക് ചെയ്യാനായിട്ട് ബയാസ് അപ്ലൈ ചെയ്യണം. ഓക്കെ, ബയാസ് അപ്ലൈ ചെയ്യാനായിട്ട് എന്ത് ചെയ്യും? ഇവിടെയാണ് നമ്മൾ ബയാസ് കൊടുക്കുന്നത്. ബയാസ് കൊടുക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം പി സൈഡിൽ കൂടുതലും ആരായിരിക്കും ഉണ്ടാവുക? പി സൈഡ് പോസിറ്റീവ് ആയിരിക്കണം. പി സൈഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവിടെ കൂടുതൽ ആരാണുള്ളത്? പോസിറ്റീവ് ആണുള്ളത്, ഹോൾസ് ആണ് കൂടുതലുള്ളത് അല്ലെ? ഓക്കെ, ഇപ്പുറത്തെ പി സൈഡിൽ ആരാണ് കൂടുതലുള്ളത്? ഹോൾസ് ആണ് കൂടുതൽ ഉള്ളത്. ഓക്കെ, അപ്പൊ ഒരു കോമൺ ബേസ് ട്രാൻസിസ്റ്റർ വർക്ക് ആവണമെങ്കിൽ അതിന് രണ്ട് കണ്ടീഷനാണുള്ളത്. ആ കണ്ടീഷനാണ് ഞാൻ ഇവിടെ എഴുതുന്നത്. അതിന്റെ എമിറ്റർ ബേസ് ജംഗ്ഷൻ എപ്പോഴും ഫോർവേഡ് ബയാസിലായിരിക്കണം. ഓക്കെ, ഈ ജംഗ്ഷൻ എന്തായിരിക്കണം? ഇത് ഫോർവേഡ് ബയാസിൽ ആയിരിക്കണം. ഓക്കെ, അതേപോലെ തന്നെ കളക്ടർ ബേസ് ജംഗ്ഷൻ എപ്പോഴും എന്തായിരിക്കണം? റിവേഴ്സ് ബയാസിൽ ആയിരിക്കണം. എമിറ്റർ ബേസ് ജംഗ്ഷൻ എന്നല്ല പറയുന്നത്, അതായത് ഇൻപുട്ട് സൈഡ്, അതാണ് കുറച്ചുകൂടി കറക്റ്റ് ആയിട്ടുള്ളത്. ഇവിടുത്തെ കേസിലാണ് എന്ത്? എമിറ്റർ ബേസ് ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഒരു കോമൺ ബേസ് കോൺഫിഗറേഷൻ. എല്ലാത്തിനും ജനറലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇൻപുട്ട് സൈഡ്. ഓക്കെ, ഇതാണ് ഇൻപുട്ട് സൈഡ്. ഇൻപുട്ട് സൈഡ് എപ്പോഴും ഫോർവേഡ് ബയാസിലായിരിക്കണം. അതേപോലെ ഔട്ട്പുട്ട് സൈഡ് എപ്പോഴും എന്തായിരിക്കണം? റിവേഴ്സ് ബയാസിലായിരിക്കണം. ഇതാണ് ഇതിന്റെ ഇൻപുട്ട് സൈഡ്, ഇപ്പുറത്തുള്ളതാണ് ഔട്ട്പുട്ട് സൈഡ്. അപ്പൊ ഇൻപുട്ട് സെക്ഷൻ എപ്പോഴും ഫോർവേഡ് ബയാസിലായിരിക്കണം, ഔട്ട്പുട്ട് സെക്ഷൻ എപ്പോഴും റിവേഴ്സ് ബയാസിലായിരിക്കണം. ഇനി വരുന്ന എല്ലാ കേസിലും നമ്മൾ കോമൺ എമിറ്റർ ആയിക്കോട്ടെ, കളക്ടർ ആയിക്കോട്ടെ, എല്ലാത്തിലും ഈ കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ,